ദീപക് മോഹൻ, UDFന്റെ രാപ്പകൽ സമരത്തിന്റെ വിവരങ്ങളാണ് അറിയേണ്ടത്. 10 മണിക്ക് ഉദ്ഘാടനമെന്നായിരുന്നല്ലോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. വയനാട് കളക്ടറേറ്റിന് മുന്നിലേക്ക് നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തിക്കഴിഞ്ഞു രാപ്പകൽ സമരത്തിനായി. സുജയ, വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയും ഇന്നിപ്പോ രാവിലെ കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുന്നിലാണ് രാപ്പകൽ സമരവുമായി UDF ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ 10 മണിയോടുകൂടി നേരത്തെ കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം എത്താൻ വൈകുമെന്നാണ് അറിയുന്നത്. ഏതായാലും വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ജനപ്രതിനിധികളും മുന്നണി ഭാരവാഹികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വയനാട് കൽപ്പറ്റയിലെ സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഈ രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുള്ളത്. 24 മണിക്കൂർ നീളുന്ന പ്രതിഷേധമാണ്. ഇതിൽ വയനാട്ടിലെ എല്ലാ പ്രതിനിധികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുന്നണി നേതാക്കന്മാരെല്ലാവരും തന്നെ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം അല്പം സമയത്തിന് ശേഷം രമേശ് ചെന്നിത്തല ഇവിടെ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ വന്യമൃഗ ശല്യത്തിൽ ജീവൻ വെടിഞ്ഞ ആളുകളുടെ വീടും സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം മുൻ മന്ത്രി PK ജയലക്ഷ്മി ഉണ്ട്. 24 മണിക്കൂറും UDFന്റെ രാപ്പകൽ സമരമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും UDFന്റെ പ്രവർത്തകർ ഈ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 3 ആഴ്ചക്കാലം 3 പേരുടെ ജീവനാണ് വന്യമൃഗം കാട്ടാന എടുത്തിരിക്കുന്നത്. അതിനൊരു ശാശ്വത വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF ഇത്തരത്തിലുള്ള രാപ്പകൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വനം വകുപ്പും ജില്ലാ ഭരണകൂടും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഒരുപാട് പ്രാവശ്യമാണ് നമ്മളെ ഭരണകൂടത്തിന്റെ മുന്നിൽ വയനാട് ജില്ലയിൽ രൂക്ഷമായ വന്യമൃഗ ശല്യം പറയുന്നത്. പക്ഷെ അവരെ യാതൊരു പരിഹാരവും കാണാതെ വനം വകുപ്പ് മന്ത്രി ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇത്രയും 3 ജീവനുകൾ കാട്ടാനെ എടുത്തിട്ട് അദ്ദേഹം ചാർജുള്ള മന്ത്രി ഈ ജില്ല സന്ദർശിക്കാനോ അവരെ മരിച്ച കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇന്ന് മന്ത്രിമാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ ജില്ലയിലെ വന്യമൃഗ ശാശ്വത പരിഹാരം കണ്ടെത്തിയേ മതിയാവൂലോ. ഇനിയൊരു ജീവനും ബലി കൊടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ജനങ്ങൾ ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത്. ഭീതി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് വയനാട് ജില്ലയിലുള്ളത്. ഭരണകൂടം ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇതിന് ശാശ്വത പരിഹാരമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതൊരു സൂചനാ സമരമാണ്. ശക്തമായ സമരം വരും ദിവസങ്ങളിൽ UDFന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുൻമന്ത്രി PK ജയലക്ഷ്മിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. വയനാട്ടിൽ വന്യജീവി സംഘർഷങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതകൾ ഉണ്ടാവുന്നു. ഇനിയും ഒരു ജീവൻ പൊലിയരുത്. ഇനിയും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവം ഉണ്ടായാൽ ഇതൊരു സൂചനാ സമരം മാത്രമാണ്. സമരം വരും ദിവസങ്ങളിൽ കടുപ്പിക്കുമെന്നാണ് ഇപ്പോൾ PK ജയലക്ഷ്മി നമ്മളോട് പറഞ്ഞത്. ഏതായാലും വയനാടിന്റെ പല ഭാഗത്തു നിന്നും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ കൽപ്പറ്റ നഗരം സ്തംഭിച്ചു. കാരണം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തിയതോടുകൂടി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. പോലീസിന്റെ വലിയൊരു സംഘം ഇവിടെ ഇപ്പോൾ ഉണ്ട്. പോലീസിന്റെ സുരക്ഷയും അവർ ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഈ രാപ്പകൽ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കെ മുരളീധരൻ MP ഈ സ്ഥലത്തേക്ക് എത്തി അദ്ദേഹം ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കെ മുരളീധരൻ MP ആണ് ഉദ്ഘാടകൻ. അല്പസമയത്തിനകം തന്നെ കെ മുരളീധരൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻമന്ത്രി PK ജയലക്ഷ്മി അടക്കം വയനാട്ടിലെ നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരാണ്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.